السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. വിശുദ്ധ ഇസ്ലാം വിരുന്നുകാർക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വിരുന്നുകാരെ സൽക്കരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ടാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അഥവാ യഥാർത്ഥ വിശ്വാസി, അള്ളാഹുവിനെക്കുറിച്ച് യഥാർത്ഥ വിശ്വാസം മനസ്സിലുണ്ട്. അതുപോലെ തന്നെ അന്ത്യനാൾ വരാനുണ്ട്, മഹ്ശറ വരാനുണ്ട്. അവിടെ നന്മതിന്മകൾ തൂക്കപ്പെടുന്ന മീസാനുണ്ട്. നന്മ ചെയ്തവർക്ക് വിജയമുണ്ട്, അല്ലാത്തവർക്ക് പരാജയമുണ്ട് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ ഫല്ലിക്രിം ലൈഫഹു, അവൻ്റെ വിരുന്നുകാരെ അവൻ ബഹുമാനിച്ചു കൊള്ളട്ടെ, അവൻ ആദരിച്ചു കൊള്ളട്ടെ, മാന്യമായി അവരോട് വർത്തിച്ചു കൊള്ളട്ടെ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വിരുന്നുകാരെ നാം എല്ലാ നിലക്കും ബഹുമാനത്തോടെ ആദരവോടുകൂടെയാണ് സ്വീകരിക്കേണ്ടത്. അവർക്ക് മാന്യമായ ഭക്ഷണം നമ്മളാൽ കഴിയുന്നത് ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് താമസിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഈ രൂപത്തിലൊക്കെ അവരെ നാം ബഹുമാനിക്കണം, ആദരിക്കണം. എന്നാൽ അവരെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ, അഥവാ ചില ആളുകൾക്ക് ചിലപ്പോൾ എല്ലാ ഭക്ഷണവും പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കഴിക്കാൻ പ്രയാസമുള്ള, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ നിർബന്ധപൂർവ്വം ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ള സ്വഭാവം അത് പാടില്ല. അവർക്ക് ആവശ്യമായ ഭക്ഷണം നമ്മളാൽ കഴിയുന്നത് നാം ഉണ്ടാക്കി അവർക്ക് വെച്ചു കൊടുക്കുക. അല്പം അവർക്ക് നമുക്ക് വിളമ്പി കൊടുക്കാം. വീണ്ടും നിർബന്ധിച്ചത് ഭക്ഷിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് പ്രയാസമായി വന്നേക്കും. പലരും പല മരുന്ന് കുടിക്കുന്ന ആളുകളുണ്ടാവാം, പല രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവാം, പല ഭക്ഷണങ്ങളും അവർക്ക് ഭക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവാം. അത്തരം സാഹചര്യങ്ങളിൽ നാം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തപ്പോൾ മുന്നിലേക്ക് കൊണ്ടുവന്ന ഭക്ഷണം എങ്ങനെ കഴിക്കാതിരിക്കും എന്ന് വിചാരിച്ച് പ്രയാസപ്പെട്ട് അല്പം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് അല്പം കഴിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പോരാ ഇനിയും കഴിക്കണമെന്ന് നിർബന്ധിക്കുമ്പോൾ അതവരെ പ്രയാസപ്പെടുത്തലാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ അവർക്ക് നമ്മുടെ വീട്ടിൽ താമസിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അവർക്ക് മറ്റോ പല അത്യാവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ വീട്ടിലേക്കോ മറ്റോ പോവേണ്ടതായിട്ടുണ്ടാവാം. അപ്പോൾ നിർബന്ധപൂർവ്വം നിങ്ങൾ ഇവിടെ താമസിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞ് അവർ നിർബന്ധിച്ച് താമസിപ്പിക്കുക എന്നുള്ളത് അതവരെ പ്രയാസപ്പെടുത്തലാണ്, അവരെ വിഷമിപ്പിക്കലാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നാം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അവരെ പ്രയാസപ്പെടുത്താത്ത രൂപത്തിലായിരിക്കണം വിരുന്നുകാരെ നാം സൽക്കരിക്കേണ്ടതും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതായി ഇമാം ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും. ലാ യതകല്ലഫന്ന അഹദുൻ ലിളൈഫിഹി മാ ലാ യഖ്ദിറു അലൈഹി. ഒരാളും അവൻ്റെ വിരുന്നുകാർക്ക് കഴിയാത്ത കാര്യങ്ങൾ നിർബന്ധപൂർവ്വം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാന്യമായ രൂപത്തിൽ വിരുന്നുകാരെ സ്വീകരിക്കാനും സൽക്കരിക്കാനും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ നമുക്ക് സാധ്യമായാൽ വലിയ പ്രതിഫലം അതുവഴി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ പുറമെ കുടുംബബന്ധം, അതുപോലെ തന്നെ സുഹൃബന്ധമൊക്കെ വളർത്തി വലുതാക്കാനും ഊട്ടിയുറപ്പിക്കാനും സ്നേഹബന്ധമൊക്കെ വർദ്ധിപ്പിച്ച് എടുക്കാനൊക്കെ ഈ വിരുന്ന് പോകലൊക്കെ കാരണമായി തീരുമെന്നുള്ള കാര്യം നാം ഓർക്കുക. അല്ലാഹു തആല എല്ലാ നിലക്കും ഹൈറും ബറക്കത്തും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകി നമ്മെ ഇരുലോക വിജയികൾ ചേർത്ത് തിരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.